രൂപീകൃതമായതിനു ശേഷം ഇന്നുവരെ കിടലൂർ ഗ്രാമപഞ്ചായത്തിന്റെ സാരഥ്യത്തിലേക്ക് ഇടതുപക്ഷമല്ലാതെ മറ്റാരും എത്തിയിട്ടില്ല. നിലവിലെ ഭരണസമിതി കാലാവധി പൂർത്തിയാക്കുമ്പോൾ 14-ൽ 11 പേരും ഇടതുപക്ഷ അംഗങ്ങളാണ്. 3 മുന്നണികളും ശക്തമായ പ്രചരണമാണ് കിടലൂരിൽ കാഴ്ചവെച്ചത്. കൊട്ടിക്കലാശത്തിലേക്ക് പ്രചരണം കടക്കുമ്പോൾ ആരാകും കിടലൂരിൽ ഇനിയുണ്ടാവുക എന്നത് ബാക്കിയാവുകയാണ്. ഭരണത്തിലെത്തിയാൽ പ്രസിഡന്റാവാൻ സാധ്യതയുള്ള 3 മുന്നണിയിലെയും സ്ഥാനാർത്ഥികളോട് നമുക്ക് ചോദിക്കാം, എങ്ങനെയാണ് കിടലൂരിലെ പൾസ്? സാധാരണ വോട്ടെടുപ്പിന് തൊട്ടു മുൻപായി ആരാണ് പ്രസിഡന്റ് ആകുക എന്ന കാര്യമൊന്നും ഇടതുപക്ഷം പ്രഖ്യാപിക്കാറില്ല. എങ്കിലും ഒരുപക്ഷെ കിടലൂർ പഞ്ചായത്തിൽ ഇടതുപക്ഷം വിജയിക്കുകയാണെങ്കിൽ പ്രസിഡന്റ് ആകാൻ സാധ്യത ഉള്ള ഒരാളാണ് CPM മട്ടന്നൂർ ഏരിയ കമ്മിറ്റി അംഗവും ഡിവൈഎഫിയുടെ മുൻ ജില്ലാ നേതാവൊക്കെ ആയിട്ടുള്ള സജീവാണ്. സജീവട്ട തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലാണെന്ന് അറിയാം, എങ്കിലും ഇപ്പൊ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഒരു പൾസ്? കാരണം ഇത്രയും ദിവസം വീടൊക്കെ കയറി, എങ്ങനെയുണ്ട് ഈ ഒരു സമയത്തുള്ള ഒരു പൾസ് എങ്ങനെ തോന്നുന്നു? ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത ഞങ്ങൾ മനസ്സിലാക്കുന്നത്, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കിയിട്ടുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള വലിയൊരു അംഗീകാരമായി തെരഞ്ഞെടുപ്പ് മാറും എന്നുള്ളതാണ്. ഞങ്ങളുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് കണ്ണൂരിൽ എയർപോർട്ട് ഉൾപ്പെടെയുള്ള വലിയ വികസന സാധ്യതയുള്ള പഞ്ചായത്താണ്. ഈ പഞ്ചായത്ത് രൂപീകരിച്ച കാലം മുതൽ ഇങ്ങോട്ട് നടപ്പിലാക്കിയിട്ടുള്ള ഒരുപാട് വികസന കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ വികസന കാര്യങ്ങൾ കൂടി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഒരു തരത്തിലുള്ള പ്രയാസവുമില്ല. ജനങ്ങൾ വലിയ തോതിലുള്ള സപ്പോർട്ടാണ്. പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ഞങ്ങളുടെ കൂടെയുണ്ട്, കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, അതുപോലെ തന്നെ മുതിർന്നവരുണ്ട്. എല്ലാ വിഭാഗം ആളുകളും ഇപ്പോൾ സ്ക്വാഡ് വർക്കിനെല്ലാം തന്നെ ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് കൂടുതൽ ആളുകൾ ഞങ്ങളുടെ കൂടെ വന്നുകൊണ്ടിരിക്കലാണ്. എന്ത് തന്നെയാണ് കീഴൂർ പഞ്ചായത്ത് 16 വാർഡാണ് ഇത്തവണ, 2 വാർഡ് വർദ്ധിച്ചു, 16 വാർഡാണുള്ളത്. ആ 16 വാർഡും വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള ചിട്ടയായിട്ടുള്ള പ്രവർത്തനമാണ് ഞങ്ങളുടെ പ്രവർത്തകർ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു മുന്നേറ്റം ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. കിഴലൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന്റെ കോട്ട എന്ന് തന്നെ പറയും. കാരണം ഇതുവരെ ഈ ഒരു പഞ്ചായത്തിൽ മറ്റൊരു കക്ഷി വന്ന് ഭരിച്ചിട്ടില്ല. പ്രത്യേകിച്ച് വലിയൊരു സീറ്റ് നില തന്നെ ഇടതുപക്ഷം സംബന്ധിച്ചിടത്തോളം ഇത്തവണ 2 സീറ്റ് കൂടി വർദ്ധിപ്പിച്ചു. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ മുഴുവൻ സീറ്റിലും വിജയിക്കുക എന്ന് തന്നെയാണോ? തീർച്ചയായും. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ 16 വാർഡായിട്ട് മാറി, 2 വർദ്ധിച്ച് 16 ആയിട്ട് മാറി. ഈ 16 വാർഡുകളിലും നല്ല നിലയിലുള്ള സംഘടനാ പ്രവർത്തനം നടത്തുന്ന ഒരു പ്രദേശമാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റിന്റെ എല്ലാം വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് ഈ സ്ഥലങ്ങളെല്ലാം തന്നെ പറയുന്നത്. അതുകൊണ്ട് 16 സീറ്റും ജയിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ LDF തുടങ്ങിയിട്ടുണ്ട്. ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനകത്ത് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആ 16 സീറ്റും ലഭിക്കും എന്ന് തന്നെയാണ്. എന്തായാലും ഈ തിരക്കിനിടയിൽ നമ്മളോട് സഹകരിച്ചതിന് ഒരുപാട് നന്ദി. വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. കീഴലൂർ പഞ്ചായത്തിൽ 2 വാർഡുകളാണ് UDFന് നിലവിലുണ്ടായിരുന്നത്. ഇത്തവണ മുഴുവൻ സീറ്റുകളും പിടിച്ച ഭരണത്തിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് UDF പ്രവർത്തകരുള്ളത്. സജീവമായ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാന നിമിഷത്തിൽ എങ്ങനെയുണ്ട് ഇവരുടെ ഒരു വിജയപ്രതീക്ഷ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കോൺഗ്രസിന്റെ നേതാവും ഇത്തവണ UDF പ്രഖ്യാപിച്ച പ്രസിഡന്റ് സ്ഥാനാർത്ഥി കൂടിയാണ് പ്രശാന്താട്ട്. ഇപ്പം എങ്ങനെയുണ്ട് ഇതുവരെയുള്ള പ്രചരണങ്ങളെ കൂടി എന്താണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ? എങ്ങനെയാണ്? തീർച്ചയായും ഇപ്പം നല്ലൊരു പ്രതീക്ഷയിലാണ് UDF ഉള്ളത്. UDF മാത്രമല്ല, കീഴൂർ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും ഇപ്പോൾ UDFനെ അധികാരത്തിലെത്തിക്കണമെന്ന ഒരു നിശ്ചിതദാർഢ്യത്തോടെ ജനങ്ങൾ റോട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അത് നമുക്ക് ഇന്നലെ നമ്മൾ ഷാഫി പറമ്പിലിൻ്റെ ഒരു പരിപാടിയിൽ ജനങ്ങൾ മുഴുവനായും ഒറ്റക്കെട്ടായി നമ്മൾ കൂടെ അണിനിരുന്ന ഒരു രംഗം മാധ്യമങ്ങളിലും മുഴുവനും കണ്ടതാണ്. ഇപ്പം നിലവിൽ നമ്മൾ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം 2 സീറ്റുകളിലാണ് UDFനുള്ളത്. അപ്പോൾ ആ ഒരു കാലത്ത് മുൻപ് തർക്കങ്ങൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ കണ്ണൂർ ജില്ലയിൽ തന്നെ ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു, അതിൽ തന്നെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ ഒരു ഇറങ്ങിയുള്ള പ്രചരണമൊക്കെ കൂടുതൽ സഹായകമായി. നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ യുവ നേതൃത്വം കീഴൂർ പഞ്ചായത്ത് സജീവമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കാലങ്ങളായിട്ട് പ്രവർത്തിക്കുന്നതിലും ഭംഗിയായി നല്ല രീതിയിലുള്ള പാർട്ടി പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ യുവ ലീഡർഷിപ്പ് നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പോൾ വളർന്നു വരികയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണ രീതിയിനെക്കാട്ടും ഉപരി ഒരു മാസം മുന്നേ നമ്മുടെ പഞ്ചായത്തിൽ സ്ഥാനാർത്ഥിയും അതും മറ്റു കാര്യങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണ്. എല്ലാ വിജയാശംസകളും നേരുകയാണ്. പ്രചരണം നടക്കട്ടെ. വീണ്ടും കാണാം. കിഴലൂർ പഞ്ചായത്തിൽ അക്കൗണ്ട് തുറക്കാനുള്ള ശ്രമത്തിലാണ് BJP. ഇത്തവണ മുഴുവൻ വാർഡുകളിലും BJP സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് നിർത്തിയിട്ടുണ്ട്. പ്രചരണവും നേരത്തെ തന്നെ ആരംഭിച്ചു.
ഇത്തവണ BJP അധികാരത്തിലെത്തുകയാണെങ്കിൽ ഒരുപക്ഷെ പ്രസിഡന്റാകാൻ സാധ്യതയുള്ള മണ്ടന്നൂർ മണ്ഡലം പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശരത് കൊതേരി നമ്മുടെ ചേരുകയാണ്. ശരത്, ഇപ്പോൾ എങ്ങനെയുണ്ട് ഇതുവരെയുള്ള പ്രചരണമൊക്കെ കഴിഞ്ഞാൽ ജനങ്ങളുടെ ഒരു പൾസ് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? അല്ല, ഓരോ വീടുകളിലും കയറുമ്പോൾ ഞാൻ മുന്നേ നിങ്ങളുടെ ഇന്റർവ്യൂ തന്നെ പറഞ്ഞിട്ടുണ്ട്, പോസിറ്റീവായിട്ടുള്ളൊരു വൈബ് തന്നെയാണ് അവരുടെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടുന്നത്. 50 വർഷക്കാലം പഞ്ചായത്തിൻ്റെ ഭരണം കൈയാളിയവർ ഇവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പകുതി പോലും അവർ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ആ മുഴുവൻ കാരണം നിങ്ങൾ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ പഞ്ചായത്തുകളിലേക്ക് കേന്ദ്രത്തിൻ്റെ ഒരുപാട് ഫണ്ട് വിഹിതങ്ങൾ എത്തുന്നുണ്ട്. പക്ഷെ അത് വകമാറ്റി ജനങ്ങളിലേക്ക് എത്തിക്കാത്ത രീതിയിലുള്ള സമയബന്ധിതമായി എത്തിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് പഞ്ചായത്ത് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ കേരള സർക്കാരിൻ്റെ കയ്യിൽ സാധാരണ ജനക്ഷേമ പദ്ധതികൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് ഇല്ല എന്നുള്ളത് തന്നെയാണ് ഈ ജനങ്ങളിലേക്ക് വരുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടുകൾ വകമാറ്റി ചെലവഴിക്കുന്നതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണം. അപ്പോൾ അതായത് BJP അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച തുടർന്ന് എത്രയും സമയബന്ധിതമായിട്ട് ആ പദ്ധതി നടപ്പാക്കാനും ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഉണ്ടാവുക. ഈ CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും ആളുകളോട് നമുക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, നമുക്ക് കേരളവും ഗുജറാത്ത് പോലെ ആകണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഗുജറാത്തിൽ നിന്ന് ആരും നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോയി ചികിത്സിക്കുന്നില്ല. അതുപോലെ തന്നെ ഗുജറാത്തിൽ നിന്നാരും കൂലിപ്പണിക്ക് വേണ്ടിയിട്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ കേരളത്തിലൊക്കെ നമുക്കിത് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. 20,000 25,000 രൂപയ്ക്ക് നാട്ടിൽ കിട്ടുന്നതിനെക്കാട്ടി പകുതി തുകയ്ക്ക് ഗൾഫ് രാജ്യങ്ങളിൽ പണിയെടുക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ട്. ഇവിടുത്തെ തൊഴിലില്ലായ്മയും ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ കാരണം ആണ് ഇതൊക്കെ സാധിക്കുന്നത്. ഇവിടെയും ഇതൊക്കെ വന്ന് നമുക്കും ഗുജറാത്ത് പോലെ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യ പോലെയുള്ള ഒരു നല്ല വികസിത സംസ്ഥാനമായിട്ട് മാറണം എന്നുള്ളത് തന്നെയാണ്. എന്നാലും വിജയപ്രതീക്ഷ തന്നെയാണ് BJP ഉള്ളത്. എല്ലാ ആശംസകളും നേരുകയാണ്. 3 മുന്നണികളും കട്ടക്കാണ്. ഭരണ തുടർച്ചയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം. ഭരണം പിടിച്ചെടുക്കുമെന്ന UDF-ഉം അക്കൗണ്ട് തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് BJP. എല്ലാവർക്കും വിജയാശംസകൾ. കിടലൂർ പഞ്ചായത്തിൽ നിന്നും ക്യാമറമാൻ അരുൺ ജനാർദ്ദനൊപ്പം റിപ്പോർട്ടർ ചിസ്നീഷ് കാക്കര, ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.